നമസ്കാരം സഹോദരരെ. നൈവേദ്യം ദേവൻ സ്വീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നൈവേദ്യം ഭഗവാൻ കഴിക്കുമോ? ഇത് പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ് അല്ലേ. നൈവേദ്യം ദേവൻ കഴിക്കുന്നുണ്ടോ? പാൽപ്പായസാദികളൊക്കെ നമ്മൾ ഭഗവാന് നിവേദിക്കുമ്പോൾ അത് ഭഗവാൻ കഴിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു ചിന്ത. ഭഗവത് സങ്കല്പം തന്നെ രണ്ട് തരത്തിലാണ്. ഈശ്വര സങ്കല്പം, അതായത് അരൂപിയായിട്ടുള്ള ഈശ്വര സങ്കല്പത്തിൽ നമ്മൾ, അതായത് മനോമൂർത്തിയായിട്ടുള്ള ഭഗവാൻ നമ്മൾ മാനസപൂജയും, സ്വരൂപിയായിട്ടുള്ള ബിംബസ്വരൂപിയായിട്ടുള്ള ഭഗവാന് നമ്മൾ സാങ്കോപാംഗമായിട്ടുള്ള പൂജയും. ഇങ്ങനെ രണ്ടായിട്ട് തന്നെ നമ്മളതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അരൂപിയായിട്ട് നമ്മൾ മുനികളുടെയൊക്കെ ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാന് ഇത്തരത്തിലുള്ള സാധാരണ ഭൗതികമായിട്ട് നമ്മൾ കാണുന്ന നിവേദ്യങ്ങളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. അതേസമയം നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് ആരാധിക്കാൻ വേണ്ടി ഇതേ ദേവതാ സങ്കല്പത്തെ നമ്മൾ സ്വരൂപിയായിട്ട് ബിംബോപാധിയിലേക്ക്, ബിംബമാകുന്ന സ്വരൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഭൗതികമായിട്ടുള്ള എല്ലാ സ്നാനാദികളും അഭിഷേകങ്ങളും നിവേദ്യാദികളും ഒക്കെ അവിടെ ആവശ്യമായിട്ടും വരുന്നു. ഇങ്ങനെ ഇത് രണ്ട് തരത്തിൽ തന്നെ നമ്മളതിനെ മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടി നമുക്കത് വ്യക്തമാവും. അപ്പം നിവേദ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ, നൈവേദ്യം നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നത് അത് അതുപോലെ ഭഗവാൻ കഴിക്കുന്നില്ല എന്ന് നമുക്കറിയാം. കാരണം അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നമുക്ക് പാത്രശേഷം ഉണ്ടാവില്ലല്ലോ, ഒന്നും സാധനം ബാക്കി ഉണ്ടാവില്ല. പക്ഷെ അന്നാദ് രസാംശം മലധാതു വർജമായോജേത് തദ്വദനാർത്തിഷീഹ, അതിൽ നിന്നും, ആ നിവേദ്യമാകുന്ന വസ്തുവിൽ നിന്നും രസാംശം മാത്രമാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. മലധാതുവർജം, അതിൻ്റെ ധാത്വംശവും മലാംശവും അവിടെ അവശേഷിക്കുന്നു എന്നാണ് പ്രമാണങ്ങളിൽ പറയുന്നത്. പ്രാണാപാനാദി മുദ്രകളെ കൊണ്ട്, പ്രാണാദി മുദ്ര ഉജ്ജ്വല ദക്ഷദോക്ഷണ, പ്രാണാദികളാകുന്ന ഉജ്ജ്വലമായിട്ടുള്ള മുദ്രകളെ കൊണ്ട് ആ ദേവങ്കിലേക്ക് നമ്മൾ ഈ നിവേദ്യത്തിൻ്റെ രസത്തെയാണ് ആ ജിഹ്വയെങ്കിലേക്ക് സമർപ്പിക്കുന്നത്. നൈവേദ്യ സാരാമൃത രസയോഗേന ഹൃന്മൂർത്യഭിക്യം ദേവം ജാജ്വല്യമാനജ്വലനരുചിം അനുധ്യായ. കത്തിജ്വലിക്കുന്ന തീജ്വാല പോലെ ഭഗവാനെ ആ സമയത്ത് സങ്കല്പിച്ചിട്ട് നമ്മൾ ആ അഗ്നിയിലേക്ക് ഹവിസ് അർപ്പിക്കുന്ന പോലെ സ്വാഹാകാരമായിട്ടാണ് ഈ നിവേദ്യത്തെ സമർപ്പിക്കുന്നത്. അങ്ങനെ വളരെയധികം ആഴത്തിലുള്ള ഒരു സങ്കല്പം അതിൻ്റെ പിറകിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ രസാംശം മാത്രമാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. നമ്മൾ ആ പ്രസാദമായിട്ട് അതിൻ്റെ ധാത്വംശവും മറ്റും തുടർന്ന് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്.